നമസ്കാരം. വി.ഡി. സതീശൻ മന്ത്രിസഭയിലേക്ക് കൽപ്പറ്റയിലെ നിയുക്ത എം.എൽ.എ. ടി. സിദ്ദിഖ് സ്ഥാനം ഉറപ്പിച്ചത് അവസാന നിമിഷം. എ.ഐ.സി.സി ഇടപെടലോടെയാണ് സിദ്ദിഖ് മന്ത്രിസ്ഥാനം ഉറപ്പിച്ചത്. മുസ്ലിം പ്രാതിനിധ്യത്തിലാണ് ചർച്ചകൾ നടന്നത്. ഷാനിമോൾ ഉസ്മാന് വേണ്ടി വി.ഡി. സതീശനും അൻവർ സാദത്തിനായി രമേശ് ചെന്നിത്തലയും അവസാനം വരെ പരിശ്രമം നടത്തിയെങ്കിലും ഒടുവിൽ എ.ഐ.സി.സിയുടെ ആശീർവാദത്തോടെ നറുക്ക് ടി. സിദ്ദിഖിന് വീഴുകയായിരുന്നു. കോഴിക്കോടിന് മന്ത്രിയില്ല എന്നത് കൂടെ പരിഗണിച്ചാണ് ടി. സിദ്ദിഖിലേക്ക് അവസാനം ചർച്ചയെത്തിയത്. മുമ്പ് കോഴിക്കോട് DCC പ്രസിഡന്റായിരുന്നയാളാണ് സിദ്ദിഖ്. KC പക്ഷം ഇതോടെ VD ക്യാബിനറ്റിൽ പിടിമുറുക്കിയിട്ടുണ്ട്. അങ്കമാലി MLA റോജി M. ജോണും കൊടുങ്ങല്ലൂർ MLA OJ ജനീഷ് കുമാറും ചർച്ചയുടെ അന്തിമഘട്ടത്തിലാണ് മന്ത്രിസഭയിൽ ഇടം പിടിച്ചത്. ഷാനിമോൾ ഉസ്മാൻ, ടി. സിദ്ദിഖ്, അൻവർ സാദത്ത് എന്നിവർ അവസാന മണിക്കൂറുകളിൽ ഒരുമിച്ച് പരിഗണിക്കപ്പെട്ടിരുന്നുവെങ്കിലും നറുക്ക് വീണത് ടി. സിദ്ദിഖിനായിരുന്നു. അവസാന നിമിഷം AK ആന്റണിയുടെ ഇടപെടൽ നിർണായകമായി. ഹൈക്കമാൻഡുമായി AK ആന്റണി സംസാരിച്ചതോടെ ടി. സിദ്ദിഖിന് മന്ത്രിസ്ഥാനം ഉറപ്പായി. കോൺഗ്രസിൽ നിന്നുള്ള മുസ്ലിം പ്രതിനിധി കൂടിയാണ് ടി. സിദ്ദിഖ്. അതേസമയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകുമെന്നാണ് വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചത്. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ചീഫ് വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസിനാണ്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ധനകാര്യത്തിന് പുറമെ തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്യും. ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകും. റവന്യൂ സണ്ണി ജോസഫിനും, വൈദ്യുതി വകുപ്പ് കെ. മുരളീധരനും വഹിക്കും. ഗതാഗത വകുപ്പ് CP ജോണിനെന്നാണ് വിവരം. വനവകുപ്പ് ടി. സിദ്ദിഖിന് ലഭിക്കും. AP അനിൽകുമാർ ആരോഗ്യം, OJ ജനീഷിന് യുവജനക്ഷേമം എന്നിങ്ങനെയാണ് വകുപ്പ്. ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും എന്ന കോൺഗ്രസ് ഫോർമുലയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വഴങ്ങുകയായിരുന്നു. 2 മന്ത്രിസ്ഥാനം എന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഇനിയും കൂടിയാലോചനകൾ നടക്കുമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ് നേരത്തെ പ്രതികരിച്ചിരുന്നു. ജലസേചന വകുപ്പാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയെന്നാണ് വിവരം. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ ചേർന്ന് ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി, N. ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, അബ്ദുൽ ഗഫൂർ എന്നിവരാണ് ലീഗിൽ നിന്നും മന്ത്രിമാരാകുന്നത്. 2.5 വർഷത്തെ കാലാവധി പൂർത്തിയാകുമ്പോൾ പാറക്കൽ അബ്ദുള്ള മന്ത്രിസഭയിലേക്ക് വരുമെന്നും ആ സമയത്ത് നിലവിലുള്ള മന്ത്രിമാരിൽ ആരാണ് മാറേണ്ടതെന്ന് അപ്പോൾ തീരുമാനിക്കുമെന്നുമാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ലീഗ് മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ മുഖ്യമന്ത്രി പിന്നീട് പ്രഖ്യാപിക്കുമെങ്കിലും ഇത്തവണ പാർട്ടിക്ക് കൂടുതൽ വകുപ്പുകൾ ഉണ്ടാകുമെന്നും നേതാക്കൾ വിവരിച്ചിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N. ഷംസുദ്ദീൻ, V. ഗഫൂർ, പാറക്കൽ അബ്ദുള്ള എന്നിവരെയാണ് മന്ത്രിമാരായി ഇന്നലെ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ PK ബഷീറിനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിയിലും സോഷ്യൽ മീഡിയയിലും കടുത്ത പ്രതിഷേധമുയർന്നു. ഇതിന് പിന്നാലെയാണ് ഒരു പുനരാലോചന ലീഗിലുണ്ടായത്. ബഷീറിനെ ഒഴിവാക്കുന്നുവെന്ന സൂചനകൾ വന്നതോടെ ലീഗിൽ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നതിന് പിന്നാലെയാണ് ആദ്യ തീരുമാനം മാറിയത്. ഇതോടെയാണ് പാറക്കൽ അബ്ദുള്ളയ്ക്ക് പകരം PK ബഷീർ മന്ത്രിയാകുന്നതെന്നാണ് വ്യക്തമാകുന്നത്. V. അബ്ദുൽ ഗഫൂറിനെ മന്ത്രിയാക്കരുതെന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തിയിരുന്നു. എന്നാൽ പാണക്കാട് കുടുംബത്തിന്റെ സമ്മർദ്ദം അബ്ദുൽ ഗഫൂറിന് തുണയാവുകയായിരുന്നു.